വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് ആ വീട്ടിലൊരു കുഞ്ഞു വരികയും ആ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി നമ്മുടെ ആദർശ് പ്രതിസ്ഥാനത്ത് വരികയൊക്കെ ചെയ്യാണ്. അപ്പൊ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് നമ്മുടെ ആദർശിനെ തള്ളി പറയുക. അങ്ങനെ വളരെയധികം സങ്കടത്തില് തന്റെ അമ്മയും അതുപോലെ തന്നെ നയനിയും ഒക്കെ തന്നോട് സംസാരിക്കാത്ത ഒരു സാഹചര്യത്തില് ആദർശ് ഈ സത്യങ്ങൾ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുക. ഈ സമയത്താണെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ ജലജയും ഒക്കെ ചേർന്ന് ചെറിയൊരു പദ്ധതി തയ്യാറാക്കി. ഇതിന്റെയൊക്കെ ഈ അവസാനം ആദർശാണെങ്കിൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തി അനന്തപുരി തറവാട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് മുത്തശ്ശനെയും അതുപോലെ മുത്തശ്ശിയും ഒക്കെ വിളിച്ചു നിർത്തി തന്റെ പ്രിയപ്പെട്ട അമ്മയെയും ഭാര്യയെയും വിളിച്ചു നിർത്തി ആ തറവാട്ടിലുള്ള ഓരോ അംഗങ്ങളോടായിട്ട്, അതെ നിങ്ങളെല്ലാരും പറഞ്ഞല്ലോ കുറെ മാസങ്ങളായിട്ട് ഈ കുഞ്ഞ് എന്റേതാണെന്നും പറഞ്ഞ് ഇത്രയും കാലവും ഈ കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞിരുന്ന സമയത്ത് പോലും ഞാൻ ഇവള് എന്റേതല്ല എന്ന് ഒരു വാക്ക് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്കിനി ചില കാര്യങ്ങൾ ഈ വീട്ടിലുള്ളവരോട് സംസാരിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. നിനക്ക് എന്താ ഇനി പറയാനുള്ളത്? എന്തെങ്കിലും പുതിയ നുണക്കഥയായിരിക്കുമെന്ന് ജലജ പറയാണ്. അതെ അപ്പച്ചി, നുണക്കഥകൾ പറയുന്നതും നുണ കാണിച്ച് നടക്കുന്നതും ഒക്കെ അപ്പച്ചിയും അപ്പച്ചിയുടെ മോനുമാണ്. ഞാൻ ഒരിക്കലും എന്തായാലും അത്തരത്തിലുള്ള ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമ്മുടെ ആദർശ് അവരുടെ മുന്നിൽ പറഞ്ഞു. അങ്ങനെ ഇവര് സംസാരവും അതൊരു വഴക്കിലേക്ക് പോകുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശൻ ഇടപെട്ടിട്ട്, ആദർശൻ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന കൊച്ചുമോ നീയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നോട് ആ പഴയ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാല് എനിക്ക് മൗനം മാത്രമായിരിക്കും ഉത്തരമായിട്ട് പറയാനുണ്ടാകുക. എന്തായാലും ഞാൻ ഒരിക്കലും നീ ഇങ്ങനെയുള്ള രീതിയിൽ തരം താഴുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. മുത്തശ്ശ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ കേൾക്കണം. അതിനുശേഷം മുത്തശ്ശൻ തീരുമാനിച്ചോ ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാൻ അംഗീകരിക്കാമെന്നും പറഞ്ഞ് ആദർശ് സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും മുത്തശ്ശന്റെ അടുത്ത് പറയാണ്. ഈ കുഞ്ഞിനെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് നമ്മുടെ ഫാമിലി ഡോക്ടറായിട്ടുള്ള സരോജിനി മേഡം അല്ലേ? അവരോട് മുത്തശ്ശനൊന്ന് അന്വേഷിച്ചോ ഈ കുഞ്ഞ് ഏതാണെന്ന്? അതെ, ഈ കുഞ്ഞ് ഈ നാട്ടുകാരിയല്ല, ഇവള് തമിഴ്നാട്ടുകാരിയാണ്. ഇവളുടെ അച്ഛൻ അവിടെ വെച്ചാണ് ഇവളെയും ഇവളുടെ അമ്മയെയും പറ്റിച്ച് കടന്നു കളഞ്ഞത്. അതെന്താണെന്നും അച്ഛൻ അറിഞ്ഞോ, മുത്തശ്ശനും ഒക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. മുത്തശ്ശനാണെങ്കിൽ നീ എന്തൊക്കെയാ ആദർശ് ഈ പറഞ്ഞു വരുന്നത്? നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇത്രയും കാലവും നിങ്ങൾ എല്ലാരും പറഞ്ഞിരുന്നത് ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്നല്ലേ? ശരിയാ, ഈ അനന്തപുരി തറവാട്ടിലുള്ള ഒരാളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണ് ഈ നിൽക്കുന്ന മോളെന്നും പറഞ്ഞു ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ച് ആദർശ് ആ സത്യങ്ങൾ പറയാ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ അനിയുടെ അച്ഛൻ, അതായത് ആദർശിന്റെ കൊച്ചച്ഛൻ അജയൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ദയവ് ചെയ്ത് ഇവിടെ ഇനി ഒരു കാര്യങ്ങളും ആരും സംസാരിക്കണ്ട. ഞങ്ങൾക്ക് ഇനി ഈ കുഞ്ഞിനെ കുറിച്ചോ കുഞ്ഞിന്റെ ബാക്കി ഡീറ്റെയിൽസോ ഒന്നും അറിയാൻ ഒരു താല്പര്യവും ഇല്ലാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വിലക്കാണ്. ഇയാൾ എന്തിനാ ഇടക്ക് കയറി സംസാരിക്കുന്നതെന്ന് ജലജയും അനാമികയും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആദർശ് പറഞ്ഞു, ചെറിയച്ച, എത്ര കാലം നിങ്ങൾ ഈ അറിഞ്ഞ സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും എൻ്റെ മുത്തച്ഛൻ്റെയും ഒക്കെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ അത് വേദനിക്കൂ എന്നുള്ളത് കൂടി ചിന്തിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ആദർശ് ആ കാര്യങ്ങൾ പറയാണ്. അപ്പോഴാണ് എല്ലാവരും ഞെട്ടി നിൽക്കുന്നത്. ശരി തന്നെയാണല്ലോ, ഇങ്ങനെന്തിന് ഇതിനിടയിൽ കയറി ഇടപെടുന്നതെന്ന് അവരും ഒക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് ആ സത്യങ്ങൾ പറയാണ്. ഈ നിൽക്കുന്ന അനിയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ. അനി ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഏട്ടൻ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനോ ഈ കുഞ്ഞിന്റെ അച്ഛനോ? എന്റെ പൊന്നേട്ട, വേറെ ആരെങ്കിലും ആണ് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കെങ്കിലും ചെയ്തേനെ. ഈ നിൽക്കുന്ന അഭിയെ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നെങ്കിലും ഞങ്ങൾ വിശ്വസിച്ചേനെന്ന് അനാമിക പറയുക. ചുമ്മാ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കരുത്. ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് കൂടി അവൾ അവിടെ വെച്ച് അങ്ങ് വെട്ടി തുറന്ന് പറയുമ്പോൾ, അതെ നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഇപ്പൊ ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടത് ആരാണെന്നും കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടി പറയണോ? ഇതിനെ കൊല്ലാനായിട്ട് പണം മേടിച്ചവൻ എൻ്റെ കൈവശമുണ്ട്, അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവനെ കൊണ്ട് ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിക്കാൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ആദർശ് എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുക. അനി തമിഴ്നാട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടിയുടെ അമ്മ. അങ്ങനെ അവളാണെങ്കിലും
അനിയുടെ സംസാരത്തിൽ നിന്നും അനിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ ഇവൾക്ക് അനിയോട് എന്തോ ചില അടുപ്പം തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അനിയുടെ കൂട്ടുകാർ കൂടി അനിക്കൊരു ചെറിയൊരു കെണി ഒപ്പിച്ചു. അവൻ കഴിച്ചിരുന്ന ആ ഒരു ഫുഡിൽ ചില ലഹരി പദാർത്ഥങ്ങളൊക്കെ കലക്കിയിട്ട് ആ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ അനിക്ക് ചില കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാണ്ടുമായി പോയി. ആ സമയത്താണ് ശരിക്കും ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ടുവന്നത്. അങ്ങനെ അവൾക്ക് അവിടെ വെച്ച് അവളുടെ ആ ഒരു മാനം നഷ്ടപ്പെടുകയും അങ്ങനെ ആ പെൺകുട്ടി ഗർഭിണിയാകുകയും ഒക്കെ ചെയ്തതാണെന്നും ഇവൾക്ക് ആരുമില്ല, ഈ കുഞ്ഞു മോൾക്ക് ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ള ആ കുഞ്ഞിനെ അതിൻ്റെ മുത്തച്ഛനാണ് ഈ പറയുന്ന സരോജിനി ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചതെന്നും കൂടി നമ്മുടെ ആദർശ് പറഞ്ഞു. ഞാൻ ഇതിലൊക്കെ സംശയം തോന്നി. ഞാൻ വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹിട, നീ എന്തൊക്കെ എൻ്റെ മോനെക്കുറിച്ച് പറയുന്നത്? ആദർശ് ചുമ്മാ കളിക്കരുത് എന്നും പറഞ്ഞ് ജാനകി അപ്പച്ചയാണെങ്കിൽ നേരെ ചെല്ലുക നമ്മുടെ ആദർശിൻ്റെ നേരെ. അപ്പൊ ആദർശ് പറഞ്ഞു, വല്യമ്മേ അല്ല ചെറിയമ്മേ, ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്. ചെറിയച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ചെറിയച്ഛനോട് കാര്യങ്ങൾ അന്വേഷിക്കും. ചെറിയച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് എന്തുകൊണ്ടാ ഒരക്ഷരം പോലും മകത്ത് പറയാത്തത്? ചെറിയച്ഛനെ ഈ വിവരങ്ങൾ മുഴുവനും മുന്നേ അറിയായിരുന്നു. ചെറിയച്ഛൻ മനഃപൂർവ്വമാണ് ഈ കുറ്റങ്ങൾ മുഴുവനും എൻ്റെ തലയിൽ വന്ന സമയത്ത് പോലും അദ്ദേഹം പ്രതികരിക്കാതിരുന്നതെന്ന് കൂടി ആദർശ് പറഞ്ഞു. അങ്ങനെ കലി പൂണ്ട് നമ്മുടെ ജാനകി ചെറിയച്ഛൻ്റെ അടുത്തേക്ക് വരിക. സത്യമാണോ ഇവൻ ഈ പറയുന്നത്? നമ്മുടെ മോനാണോ ഇങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്തത്? അങ്ങനെ നമ്മുടെ ജാനകി സർവശക്തി എടുത്ത് ചെറിയച്ഛൻ്റെ കാരണം നോക്കി ഒരു അടി അങ്ങ് വെച്ച് കൊടുത്തു. പുള്ളിക്കാരനാണെങ്കിലോ സ്തംഭിച്ച് നിൽക്കുക. ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വായും പൊത്തി നിൽക്കുക. ഈ സമയമാണെങ്കിലോ ഇവര് എന്തൊക്കെ ചതിയ എന്നോട് ചെയ്തിരിക്കുന്നത്, എന്നോട് അനി എന്തുമാത്രം ചതിയ ചെയ്തതെന്നും പറഞ്ഞ് അനാമികയുടെ വക നല്ല ഒന്നാന്തരം ഒരു നാടകം നടക്കുകയാണ്. അനാമിക കാണിച്ചു കൂട്ടുന്നത് മുഴുവനും കണ്ട് സഖി കെട്ട് നിൽക്കുകയാണ് നമ്മുടെ ആദർശാണെങ്കിലോ നിക്ക് നിന്റെ ഈ നാടകമൊക്കെ അവിടെ നിർത്തിയട്ടെ. നീ എന്താ ചെയ്തത്? ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ടല്ലേടി നീ ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയത്? അതും പോരാഞ്ഞിട്ട് അപ്പച്ചിയുടെ ഒത്താശയോട് കൂടി നീ ഈ നിൽക്കുന്നവന് പൈസ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം ആദർശ ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്ന് മുത്തശ്ശിയുടെയും അനന്തപുരി തറവാട്ടിലുള്ളവരുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം ആദർശ് പറഞ്ഞു, ഈ നിൽക്കുന്നവനാ ഈ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഈ കുഞ്ഞ് ഒരിക്കലും അനാഥയായിട്ട് ജീവിക്കില്ല. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മയ്ക്കും എന്നെ വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ ആദർശ് ഒരിക്കലും ഈ അനന്തപുരി തറവാടിൻ്റെ ആ ഒരു അഭിമാനം കളയുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അനിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് സ്തംഭിച്ച് നിൽക്കുക. ശരിക്കും അനി ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക. ശരിക്കും അവൻ ഇങ്ങനെ ആലോചിച്ച സമയത്താണെങ്കിലും സംഭവമൊക്കെ ശരി തന്നെയാ. അനി ആലോചിച്ചപ്പം ആ പെൺകുട്ടിയുടെ മുഖവും ഒക്കെ അനിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. പക്ഷെ ഇങ്ങനൊരു ചതി താൻ അവളോട് ചെയ്തോ എന്നുള്ള ഒരു സംശയം അനിയുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അനി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. കൂട്ടുകാരൻ നിന്നെ ചതിച്ചതാണെന്നും ഈ ഏട്ടന് മനസ്സിലാകും. പക്ഷെ ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല. എനിക്ക് എൻ്റെ ജീവിതം നോക്കണ്ടേ? ഞാനും ഇങ്ങനെയല്ലേ ജീവിക്കണത്? മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ എത്ര നാളാടാ ഞാൻ ഇങ്ങനെ അപമാനിതനായിട്ട് ജീവിക്കുന്നത്? ഏട്ടൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് അനി പറയാണ്. ആ സമയമാണെങ്കിലോ നമ്മുടെ ആദർശ് ഇവരുടെ DNA റിസൾട്ട് കൂടി അവിടെ വെച്ച് നമ്മുടെ അനിയെ കാണിച്ചു കൊടുക്കുകയാണ്. അനി ഇത് കണ്ടത് മൊത്തത്തിൽ പെട്ടു. തൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് അനിക്ക് മനസ്സിലാകുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമൊക്കെ വരുന്നുണ്ട്. ജാനകി ചാടിക്കേറി നമ്മുടെ ചെറിയച്ഛനിട്ട് കൊടുത്തതൊക്കെ അതെന്തായാലും അത്യാവശ്യം വേണ്ട സംഭവം തന്നെയാണ്. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് സ്വന്തം മോനെ കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ച് പുള്ളിക്കാരൻ കൊണ്ട് നടന്നില്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് ഇനി വരാനുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.